അക്ഷരങ്ങളൊക്കെ ഓർമ്മയിരിക്കും. വായിച്ചോ. هذا الموضع إلا هذا موضع ذكر الأحاديث المبدوءة بحرف الحمزة. ഹംസ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഹദീസുകളെ താഴെ പറയാൻ പോകുന്നത്. ഒന്ന് ആയത്തുൽ ഇസ്സി, മാത്രം നോക്ക്. ആയത്തുൽ ഇസ്സി വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദാ വലം യകുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്കി വലം യകുൻ ലഹു വലിയ്യുൻ മിനൽ ദുല്ലി വകബ്ബിർഹു തക്ബീറാൻ. അറബിയാണ് ആയത്തുൽ ഇസ്സി. അൽ-കഹ്ഫ് സൂറത്തിൽ തൊട്ട മുമ്പത്തെ ബൈത്ത് നോക്കിയാൽ മതി. സൂറത്തുൽ ഇസ്രായിന്റെ ഖാത്തിമത്തിൽ കാണാം. അതിന് പേര് മറ്റേ ആയത്തുൽ കുർസി എന്നെല്ലാം പറയില്ലേ എന്നത് പോലെ ആയത്തുൽ ഇസ്സ് എന്നാണ് അതിന്റെ പേര് പറയുന്നത്. ഇസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഖുവ്വ വശദ്ദ അയ അലാമത്തുൽ ഇസ്സി വൽ ഖുവ്വതി വശദ്ദതി വസ്സലാബ. കേട്ടാ, എന്താണ് ആയത്തുൽ ഇസ്സ് എന്ന് പറഞ്ഞാല്? ഇത് ഓടി പതിവാക്കുന്ന ആൾക്ക് അതിനെ കൊണ്ടെല്ലാം കിട്ടുമെന്നാ പറയാൻ പറ്റും. ഞാനീ മിനൽ അലാമാതി ദാല്ലത്തി അലാ ഖുവ്വത്തി ഈമാനിൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ഖുവ്വത്തുണ്ടല്ലോ അതിന്മേൽ അറിയിക്കുന്ന വശിദ്ദത്തിഹി ഫീ ദീനില്ലാഹി, അല്ലാഹുവിന്റെ ദീനിന്റെ നല്ല കടുപ്പമുണ്ട്, ഒരു അയവും ഇല്ല എന്നറിയിക്കുന്ന അലാമാത്തിൽ പെട്ടതാണ് മുലാസമത്തുഹു ലിതിലാവത്തി ഹാദിഹിൽ ആയ, ഈ ആയത്തിനെ ഓതി പതിവാക്കൽ എന്നർത്ഥം. അപ്പൊ ഈ ആയത്ത് ഓതിയാൽ കിട്ടുന്ന മഹത്വങ്ങളെ പറ്റി പറയുന്നു. പക്ഷെ വെറും ഓത്തുകൊണ്ടല്ല ആരളി മതിലൂലിയ, അതിൻ്റെ ഒരു മതിലൂലുണ്ട്. എന്നാ മതിലൂലി എന്തിനാണോ ഈ ആശയം, ഈ ആയത്തിൽ പറയപ്പെട്ട ആശയല്ലേ കൊള്ളുവല്ലാവ്, അതാണെങ്കിൽ അള്ളാന്റെ വഹദാനീയത്ത്, അള്ളാന്റെ സമദാനീയത്ത്, അതുപോലെ തന്നെ അതുമുൽ മുമാസല, ഇങ്ങനെ തുടങ്ങി അള്ളാന്റെ തൻസീഹാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതിന്റെ ഇതാനം എന്താന്ന് അത് മനസ്സിൽ ഉറപ്പിക്കുക. അതിന് കൂടെ അമൃതം ചെയ്യാൻ കഴിയില്ല. ഇതിനെന്താ ഉള്ളത്? അള്ളാഹിനെ പറ്റി പറയുന്നതാണ്. ഇതിന്റെ മധുരൂലത് അൽഹംദുലില്ലാഹി ലം യത്തഖിദ് വലദാന്ന് പറയുമ്പോൾ ഞാൻ നസ്രാണിയുമല്ല, ഞാൻ ജൂതനുമല്ല, എല്ലാം അല്ലാഹു തആലക്ക് വലതിന് സുബൂത്താക്കി കൂട്ടറല്ലേ. അതുപോലെ ഞാൻ ഒരു ഒറ്റ മുശ്രിക്കുമല്ല, വലം യകുൻ ലഹു ശരീകുൻ അപ്പുറമായിട്ടാണ്. مدلولها روى أنه عليه الصلاة والسلام كان إذا أفصح الغلام ببني عبد المطلب. അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ നിന്ന് ഒരു ഗുലാം സംസാരിക്കാൻ തുടങ്ങിയാൽ അല്ലമഹു ഹാദിഹിൽ ആയ, ഈ ആയത്ത് ആദ്യം പഠിപ്പിക്കുന്നവർ വഖുലിൽ ഹംദുലില്ലാഹില്ലദീ, തുടങ്ങുന്ന ആയത്ത് കുട്ടികൾ സംസാരം പഠിച്ച് ആദ്യം പഠിപ്പിക്കുമായിരുന്നു. വഖുലിൽ ഹംദു, ഹംദിനെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അൽ വസ്ഫിർ ബിൽ ജമീൽ, തുടക്കത്തിൽ തന്നെ ഇല്ല. അവൻ ലാമ് മിൽക്കിന്റെ ലാമാണോ മറ്റേത് എന്താണ് ഇസ്തിഗ്റാഖിന്റെ ലാമാണോ ഇസ്തിഹ്ഖാഖിന്റെ ലാമാണോ ഒക്കെ മുമ്പെല്ലാം പറഞ്ഞു. അള്ളാഹ്ക്കുള്ള തൻസീഹ പറയുന്ന ലം യത്തഖിദ് വലദാ, അവൻ ഒരു വലതിനെയും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. അപ്പൊ വലതുണ്ട് എന്ന് ആരൊക്കെ അവകാശപ്പെടുന്നു അവർക്കെല്ലാം റദ്ദായി, അവർക്കെതിരെയാണ് നമ്മൾ എത്തിക്കാത്. അയെല്ലാം യുസമ്മി അഹദൻ ലഹു മിനൽ മലായികത്തി വലാ മിൻ ഗൈരിഹിം വലദൻ. കണ്ടാ, രണ്ടർത്ഥം കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ മലായികത്തിൽപ്പെട്ട ആരിക്കോ അല്ലെങ്കിൽ തന്നെ ഗൈറും അള്ളാഹു തആലക്കുള്ള പേരാക്കിയിട്ട് വലുതാക്കിയിട്ട് പേരുണ്ടല്ലോ. ലം യുസമ്മി അഹദൻ ലഹു, അള്ളാഹു തആലക്ക് ഒരാൾക്കും മലായികത്താവട്ടെ ഗൈറിനാവട്ടെ. അന്നേം ചോദിക്കും അള്ളാഹ് വേറൊരാളെ മകനാകുക, അള്ളാഹു തആല പെണ്ണേട്ടിട്ട് കുട്ടി ഉണ്ടാകുക, അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ലാതെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതാ വമ്മ തവല്ലുദു. തവല്ലുദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ഉപ്പയാകുക, ഉപ്പയിൽ മക്കളുണ്ടാകുക, മക്കളിൽ നിന്ന് വീണ്ടും ഉപ്പ ഉണ്ടാകുക, അങ്ങനെ ശാഖയിട്ട് പോക്ക്. അത് അത് മംഫി ആണെന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. ഇസ്തിഹാലത്ത് അല്ലാഹു തആലക്ക് മുസ്തഹിലായ കാരണത്താൽ. ഒട്ടാകെ അൽഹംദു മുതൽ വരട്ടെ. യസ്തഹിഖുൽ ഹംദ, യസ്തഹിഖു എന്ന് പറഞ്ഞിട്ട് ലില്ലാഹിന്റെ ലാമിന്റെ വഴിയത്
ലിത്തിസാഫിഹി ബിഹാദിഹി സിഫാത്തിൽ കാമില, താഴെ പറയാൻ പോകുന്ന കമാലന്റെ സിഫാത്ത് ഉണ്ട്. എങ്ങനെ? ഓനിക്ക് വലതില്ല, രണ്ട് ശരീക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് കുറെ തൻസീഹാത്ത് പറയുന്നുണ്ട്. ആ തൻസീഹാത്ത് കാരണത്താൽ ഹംദിന് അവകാശി. വലം യകുല്ലഹു ശരീക്കുൻ എന്ന് പറഞ്ഞാൽ ഐ മുശാരിക്കുൻ, കൂടുകൂടുന്നവൻ. അപ്പൊ ഷാരിക്കൻ എന്ന് പറയാൻ പാടില്ല. അതെന്താക്കും മുശാരിക്ക് വന്ന് ഷാറക്കാൻ ഇസ്മ ഫൈൽ എന്താ പറയാ? ഇസ്മ ഫൈല് മുശാരിക്കില്ല എന്നല്ലേ പറയുന്നത്. പിന്നെ സഭയ്ക്കിച്ച പാടെ മുലർക്ക് പറയുന്നുണ്ട് മുശാരിക്കുണ്ടെന്ന്. മുൽക്ക് എന്ന് പറഞ്ഞാൽ ഉലൂഹിയ്യത്തിൽ അല്ലാഹു തആലാക്ക് ഒരു ശരീക്കുമില്ല. യഹൂദികള് മുശ്രിക്കീങ്ങൾ തുടങ്ങിയവർക്ക് റദ്ദിന് വേണ്ടിയാണ് ഈ ആയത്തിന്റെ വായനയുള്ളത്. വലം യകുല്ലഹു വലിയ്യുൻ, അല്ലാഹു തആലാക്ക് ഒരു വലിയും വേണ്ട. നിങ്ങളുടെ വലിയ ഓനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ഓനക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ തടുക്കാൻ വേണ്ടി ഒരു വലിയ ആവശ്യമില്ല. ആ വലിയ ഉണ്ടാവുക എന്നുള്ളത് ഇല്ലത്താണ്. പരസഹായത്തിലേക്ക് ആവശ്യമാണ്. അല്ലാഹു തആലാക്ക് ഒരു ദുല്ല് ബാധിച്ച കാരണത്തിന് വേണ്ടിയിട്ട് ഓനെ സഹായിക്കാൻ വേണ്ടി വലിയ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. മനസ്സിലായോ? നാസ്റുൻ യുവാലിഹി. അപ്പം മിനദ്ദുല്ലിന മിൻ അജ്ലി ദുല്ലി, ദുല്ല് ബാധിച്ച കാരണത്തിന് വേണ്ടി അത് മതില്ല. അപ്പൊ ലിയദ്ഫഅഹ, എന്നിട്ടല്ലേ ആ മദില്ലത്തിനെ തടുക്കാൻ ഈ മുനാസറത്തി, ഈ ശരീക്കിന്റെ സഹായം കൊണ്ടും മുആവനത്തി, ഓന്റെ ഉപകാരം കൊണ്ട് തടുക്കല് ഇപ്പത്തെ ആവശ്യമില്ല. എത്തരത്തിൽ വഹുവ അല്ലാഹു തആല ഗാലിബുൻ ഖാഹിറു ഫൗക ഇബാദിഹി വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി എന്ന മുഴുവൻ ഇബാദിനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഓനാണെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നസാറാക്കൾക്കും മജൂസികൾക്കും റദ്ദാണ് ഈ വാക്ക്. അൽ ഖായിലീന അല്ലാഹു തആലാക്ക് എങ്ങാനും സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ ഓനെന്നോ നിസ്സാരനാക്കി പോയി പോവായിരുന്നു. അത് നിസ്ബി ചെയ്തു. അള്ളാഹുവിനോട് മുശാറക്കത്താകുന്നവന് എന്തോവട്ടെ, ആ ജൻസിലുമില്ല, ഗൈർ ജൻസിലും ഒന്നിലുമില്ല, ഇഖ്തിയാറിലുമില്ല, ഇഖ്തിയാറിലുമില്ല. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ ഇവൻ ആവശ്യപ്പെട്ടിട്ട് വരണേന്നെല്ലാം പറയല് അല്ല. ഇവൻ ബുദ്ധിമുട്ടുന്ന കണ്ടിട്ട് എന്താക്കി വേറെ അനുബന്ധം മാഞ്ഞെത്തും ഒന്നുമില്ല. അവന് ശക്തി പകരാനും. ഇനി പറയുന്നത് അല്ലാഹു തആലാന്റെ നഫി ചെയ്യപ്പെട്ട സൽബിയ സിഫാത്താണ് ഇതെല്ലാം. സൽബിയ സിഫാത്തിന് ഹംദ് പറയാം, വുജൂദിയ സിഫാത്തിന് ഹംദ് പറയാന്ന് പറയും. കാരണം സൽബിയ സിഫാത്ത് തന്നെ ഒരു തരം പൊസിഷൻ. ഇല്ല ഇല്ല എന്ന് പറയുന്ന സൽബിയ സിഫാത്തിന്റെ മേലിൽ ഹംദിനെ കോർത്തിണക്കിയിട്ടുണ്ട്. ഹംദിന്റെ ജിൻസ് മുഴുവനും അവകാശം അല്ലാഹുക്കാണ്. അതുകൊണ്ട് കാമിലായവനാണ്. അപ്പൊ ദാത്തിന് ഒരു നഖ്സാനും ഇല്ല, ആരുടെയും ആശ്രയമില്ല, എല്ലാ തൻസീഹും ഉണ്ട്. അവൻ മുൻഫരിദാണ്, ഈജാദ് കൊണ്ട്. ഇല്ലായ്മയിൽ ഉണ്ടാകാനാണ് ഈജാദ്. അൽ മുൻഇം, അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്നെല്ലാം കൊടുത്ത് നിയമത്ത് ചെയ്തു. അൽ ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താ? ആപേക്ഷികമായിട്ടല്ല, അല്ല മുത്തലക്കാഴ്ച. ചിലര് ആപേക്ഷികമായി പറയൂല, ഇവൻ അവനെ സഹായിച്ചിട്ടുണ്ടോ, അത് ആരോപത്തിലല്ല. എല്ലാ തോനോ നാക്കിസുമാണ്, മംലൂക്കുമാണ്. അള്ളാഹിന്റെ മഹത്വം ആയിരിക്കില്ല. മംലൂക്ക് മറ്റുള്ള അള്ളാഹിന്റെ മിൽക്കിൽപ്പെട്ടത്. അതുകൊണ്ട് നീ എന്താക്കണം? അള്ളാഹു തആല നീ ബഹുമാനിക്കണം. അള്ളാഹു തആലാക്ക് അനുയോജ്യമല്ലാത്ത എല്ലാ കാര്യങ്ങളും തൊട്ടും അള്ളാഹുവിനെ വാക്കുകൊണ്ട് പറയലില്ല, അള്ളാഹു വിശ്വസിക്കണം. അപ്പൊ അള്ളാഹുവിനെ പറ്റിയുള്ള എല്ലാ പഴച്ച വിശ്വാസങ്ങളെ തൊട്ടും രക്ഷപ്പെടുത്തുന്ന ഒരു വാചകം ഇത്.
അപ്പൊ ഇയാള് ഈ ആയത്തിനെ അറിയുകയും അത് ഉരുവിടുകയും ചെയ്താൽ എന്താക്കി ദീന ലോലിക്ക് നല്ല ഈമാൻ കുബത്തുള്ള ആളാണ്, മറ്റുള്ള മതസ്ഥരിൽ നിന്നും ഇവനെ ഈത്തക്കാതിൽ കൊണ്ടുവരാത്ത ആളാണ് വന്ന് വലിയ അളമത്തിലായ ഈ ആയത്തിന്റെ ഗാംഭീര്യം കൊണ്ടാണ് തൗറാത്ത് ഖാത്തിമത്താക്കിയത്. ഖുർആൻ ഖാത്തിമത്താക്കിയത് വസ്വാസിനെ സൂക്ഷിക്കണം എന്ന് പറയാനാ. ഇതിന് സിറാത്തുൽ മുസ്തഖീം തുടങ്ങി. മുസ്തഖീമായ പാതകൾ ആവശ്യം, അത് കിട്ടണമെങ്കിൽ ഈ വസ്വാസിനെ കാക്കണം. ജുലൂസുകാരുടെ വസ്വാസ്, മറ്റോറ് വസ്വാസ്, ഇവരുടെ വസ്വാസ് എല്ലാം കടത്തിക്കൂടിയിട്ട് പിന്നെ അവസാനം സിറാത്തുൽ മുസ്തഖീം തെറ്റലാണ്. ഖുർആൻ പിരിഞ്ഞു പോകുമ്പോൾ തന്നെ വസ്വാസിനെ കാക്കണം. ഖന്നാസ് ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്, ഇൻസുകളുടെ കൂട്ടത്തിലുണ്ട്. വസ്വാസാക്കിന് പല കോലത്തിലുണ്ട്. അതിനാണ് എന്തെങ്കിലും വന്നെങ്കിലോ എന്ന് പറയുമ്പോൾ വസ്വാസ് അവിടെ കയറി നല്ല 100% കറണ്ടങ്ങ് കയറി. തൗറാത്ത് ഖാത്തിമത്താക്കിയത് കൊണ്ടാണല്ലേ. തൗറാത്തിൽ അങ്ങനെ ഉണ്ട്. ഇനി ആയത്ത് ഇവിടെ കംപ്ലീറ്റ് മൂപ്പർ പറയുന്നത് ആയത്ത് തേച്ചു മതി. ചില കിതാബില് ആയത്ത് അൽഹംദുലില്ലാഹ് ഇലഹ് നോട്ടുണ്ടോ? അതെന്താ ഓറ് മുഖ്തസറാക്കി പറയേണ്ട തേച്ചും പറഞ്ഞു. ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ഇലഹ്. ഖവാതിമുൽ ബഖറ ആമനർ റസൂലു ഇലഹ്. ചില കിതാബിൽ അങ്ങനെയും പറയും. മുസന്നിഫ് എന്താക്കി മുഴുവൻ അങ്ങോട്ട് പറഞ്ഞിട്ട് പോകുന്നു. വൈന്നമാ ദുക്കിറത്തിൽ ആയത്തു ബികമാലിഹ വൈൻ കാന ഫിൽ അസ്ലി ഇഖ്തസറ അലാ ഖൗലിഹി വഖുലിൽ ഹംദുലില്ലാഹ് അൽ ആയ എന്ന് പറഞ്ഞു ചുരുക്കിയത്. അസ്ലി അതാണ് ജാമി സഗീർ. അതെ, ജാമി സഗീറിൽ അത് എന്താക്കി വഖുലിൽ ഹംദുലില്ലാഹ് അൽ ആയ എന്ന് പറഞ്ഞുണ്ടാക്കി നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ മുഖ്തസറാക്കി ഈ തേച്ചും പറഞ്ഞു. അതെന്തിനാ? ഹദീസിന്റെ ലഫ്ദിൽ ആയത്ത് മുഴുവനുണ്ട്. മലാവിന്റെ കലാം അങ്ങനെ അറിയിക്കുന്നത്. ഹൈതു ഖാല അതാ ബിലഫ്ദിൽ ആയതി അൽ ആയ ഇഖ്തിസാറൻ അലാ ഹിഫ്ദിൻ വത്തിഖാന ഹിഫ്ദിൻ നാസ്. മനാവി എന്താ പറഞ്ഞത്? അൽ ആയ എന്നുകൊണ്ട് മതിയാക്കി. അതിന്റെ അർത്ഥം ഇഖ്തിസാറിന് വേണ്ടി പറഞ്ഞതാണ്, ജനങ്ങൾക്ക് കാണാപ്പാടുണ്ടാവുന്നു എന്നിട്ട് കണക്കാക്കിയിട്ട് പറഞ്ഞതാണ്. അല്ല ഹദീസിൽ എന്തുണ്ട്? മുഴുവൻ തന്നെ ഉണ്ട് എന്നാ പറയുന്നത്. ഹദീസിന്റെ ലഫ്ദിന് ആയത്ത് മുഴുവനും സുബൂത്തായിട്ടുണ്ട്. വാചകം ചുരുക്കി പറയാൻ എന്നത് കണക്കാക്കുകയാണെങ്കിൽ ജാമിഉൽ കബീറിലെ ആയത്ത് തന്നെ കൊണ്ടുവന്നു. അൽ ആയ എന്ന് പറഞ്ഞ് മതിയാക്കിയില്ല. അപ്പൊ ചില അവസരത്തിൽ അൽ ആയ തേച്ച് ചോദിക്കും. ചിലപ്പോ മുഴുവൻ ഇതിനെ നോക്കിയിട്ട് വരാനാണ്. ഈ ആയത്തോതിന് സുന്നത്താണ്. കുടുംബക്കാർക്കും മക്കൾക്കൊക്കെ പഠിപ്പിക്കലും സുന്നത്താണ്. മുമ്പ് പറഞ്ഞല്ലോ അതിൽ ഒരു അസർ വന്നിട്ടുണ്ട്. അത് മാത്രം പറയുന്നത് ഈ ഖിറാഅത്ത് രാവിലെയും വൈകുന്നേരം ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ ഉവ്വത്തിനാലും ശിദ്ദത്തിനാലും അയാൾ ആരാകും? അസീദും ഷദീദുമായി മാറും എന്ന ഒരു അസർ വന്നിട്ടുണ്ട്. ഇപ്പൊ അല്ലേ പറഞ്ഞത്? ആൾക്കാർക്ക് തൊട്ട മുമ്പത്തെ വഴി നോക്കിക്കോന്നു. സൂറത്തുൽ ഇസ്രായിൽ അവസാനത്തെ വഴി നോക്കുന്നു. ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ. 4 വസ്ഫുണ്ടാവും അല്ലേ? رواه الإمام أحمد في مسنده والطبراني في الكبير قال العزيز مريم رحمه الله حديث ضعيف. അപ്പൊ ഇനി എന്താക്കണം? ഈത്തി രണ്ടാമത്തെ ഹദീസ്. അത് ഹംസ കൊണ്ട് തുടങ്ങിയില്ലേ? ഈത്തിയുടെ അസലുണ്ടായിരുന്നു. എന്റെ ഹംസനൊക്കെ തഫീഫാക്കി യാഗാക്കും. യാഗാക്കി തൊട്ട മുമ്പ് ഈ തൂനി എന്ന് പറഞ്ഞില്ലേ കുറഞ്ഞില്ലേ? ഇതിനോട് സാധനത്തിലേക്കത്തിൽ പതിവായി തോന്നുന്ന അവരാതിലുണ്ടല്ലോ. മശീഷ കഴിഞ്ഞ അൽഹംദുലില്ലാഹി وسكون الياء التحتية وكسر التاء أي افعل. المعروف معروفിനെ ചെയ്തോ.
ആരോടാ പറഞ്ഞു യാ ഇൻസാൻ, ഏത് മനുഷ്യനോട്? ഫഹുവ ഖിതാബുൻ ആമുൻ മിൻ ബാബി ഖൗലിഹി ഇദാ അൻത അക്രംതൽ കരീമാ മലക്തഹു വഇൻ അൻത അക്രംതുൽ ലഈമി തമറദാ وإن أنت أكرمت اللئيما تمردا. ഹദീസിന്റെ ബാക്കി എന്താണ്? ഈത്തിൽ മഅറൂഫ വജ്തനിബിൽ മുൻകറ. അല്ലേ? ഇതാണ് അതിന്റെ ബാക്കി, തീർന്നിട്ടില്ല. വൻദുർ മാദാ യുഅജിബു ഉദുനക അൻ യഖൂല ലക്കൽ ഖൗമു ഇദാ കുംത മിൻ ഇൻദിഹിം. അങ്ങനെ പോകുന്നു നീണ്ട ഹദീസാണ്. അപ്പോ ഒരാളെ ഈത്തിൽ മഅറൂഫ എന്നല്ല പറയുന്നത്, മഅറൂഫായ കാര്യങ്ങളൊക്കെ നീ കൊണ്ടുപോകും. എല്ലാവരോടുള്ള കൽപ്പനയത്. ഒരു കവി പറഞ്ഞെന്താന്ന്? ഇതാ അൻത ഒരു കരീമായ മനുഷ്യനെ നീ എന്താക്ക്? ഇക്റാമാക്കിയത്. മലക്കത്തഹു, നീ അയാളെ മിൽക്കാക്കി. വൈനന്ത അക്രംതൽ ലഈമ, ലഈമ കരീമിന്റെ ഓപ്പോസിറ്റാണ്. മോശക്കാരനായ ഒരാൾ ഇക്റാമാക്കിയാലോ തമറദ, അയാളെ കുറ്റക്കേട് കാട്ടൂന്നാ പറയും. അയാളെ നീ ബഹുമാനിച്ചൊന്നും കൊണ്ട് അയാൾ നോക്കൂല. കരീമായ ഒരാളാ നീ ബഹുമാനിച്ചാൽ എന്താക്കുന്നറിയോ? അയാൾ നിനക്ക് ശരിക്കും ഒതുങ്ങി വരുന്ന ആഴ്ച കാണും. അതുകൊണ്ട് നീ ചെയ്ത ഉപകാരത്തിന് അയാൾ ഉപകാരമായിട്ട് കണക്കിലെടുത്തിട്ടുണ്ട്. ഫഹാദ വാംസാലുഹു ഖിതാബുൽ ജമീഉൽ ഉമ്മ. അപ്പൊ ഈ പദ്ധതി പറഞ്ഞത് ഇന്നാളോട് അക്രംതൽ കരീമ മലക്തഹു എന്നൊക്കെ പറഞ്ഞ് താന്നുള്ള ഒരു പ്രത്യേക മുഖാത്തബല്ലല്ലോ, എല്ലാവരോടുള്ള സതുപദേശമാണ് എന്ന് കവി പറഞ്ഞ പോലെ തന്നെയാണ് ഈറ്റി ഖിതാബുൽ ജമീഉൽ ഉമ്മത്തി ബിഹൈസു ലാ യഖ്തസ്സു ബിഹി അഹദുന അഹദിൻ. ഒരാൾ കൂടാണ് മറ്റേയാൾക്ക് മാത്രമുള്ള ഒന്നല്ല. വഖിസ് അലൈഹി നളായിറഹു. ഇനി വരാൻ പോകുന്ന ഹദീസെല്ലാം അതിനോട് പിടിച്ചോ. ഒരാളോട് മാത്രം പറയുന്നതല്ല, എല്ലാവരോടും. മുങ്കർ നീ ഒഴിവാക്കുകയും ചെയ്തോ. ഒഴിവാക്കലിനെ കൊണ്ട് അടുക്കാൻ പോലും പാടില്ല. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തത് ഇന്ന കാര്യം നല്ലതാണെന്ന് ശറഅോ അഖലോ എനിക്ക് പറഞ്ഞാൽ പറ്റും. അതാണ് മഅറൂഫായ കാര്യം. ഒന്നിക്ക് ശറഅയിലുണ്ടാകും, എല്ലാ അഖലിലുണ്ടാകും. അപ്പൊ ശറഅ വന്നിട്ടില്ലെങ്കിലും അഖിൽ തിരിച്ചു. അതാണ് ഏത്? അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കി തന്ന കാര്യം മഅറൂഫ്. മുങ്കർ എന്ന് പറഞ്ഞാൽ മാ അൻകറഹു അഹദുഹുമ. അതാ ശറഅോ അഖിലോ ഇൻകാറാക്കിയ ഒരു കാര്യമല്ല മുങ്കറാണ്. എന്തുകൊണ്ട് ഇൻകാറാക്കുന്നില്ല? ഖുബഹി ഇൻദഹു. ഒന്നിക്കിൽ അഖിലിന്റെ അടുക്കൽ അല്ലെങ്കിൽ ശറഇന്റെ അടുക്കൽ അത് മോശമായതുകൊണ്ടാണ്. വഖീല അൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ സഫത്തു, നീതി എന്നൊരർത്ഥമുണ്ട്. വഹുസ്നുൽ സുഹബത്തി, നല്ല പെരുമാറ്റം എന്നർത്ഥമുണ്ട്. അഖിലുകാരാവട്ടെ ഗൈറാവട്ടെ ജനങ്ങൾ. വൽ മുൻകർ എന്ന് ഇതുദാലിക്ക്, അങ്ങനെ അർത്ഥമുണ്ട്. ആദ്യം പറഞ്ഞ എല്ലാ അമ്മായി നല്ല പെരുമാറ്റം, നീതി എന്നുള്ളത് എന്താക്കുക തന്നെയാണല്ലോ. അത് ആദ്യത്തെ അമ്മായി. ഇനി പറയുന്നത് വന്നൂർ, നീ ആലോചിക്കണം. മാ യോജിബ് ഉദുനക്ക, നിന്റെ ചെവിക്ക് ഇഷ്ടമാകുന്ന ഒന്ന്. അല്ലത് യസുറുക്കം, കേൾക്കാൻ ഇഷ്ടമാകുന്ന ഒന്ന്. അപ്പോ നീ ഒരു സദസ്സിൽ കൂടി ഞാൻ എണീച്ചു പോയി കഴിഞ്ഞാൽ നിന്നെ പറ്റി ജനങ്ങളെന്തുകൊണ്ട് പറയാനുണ്ടാവും. അതെന്ത് പറയാനാണ് ഇഷ്ടം, അതുപോലെ അവിടെ പ്രവർത്തിച്ചിട്ട് പോയാൽ മതി. നീ അവിടെ പോയിട്ട് അടിയും നെല്ലുണ്ടാക്കി കുറയുന്നുണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് മനുഷ്യനിപ്പോ അയാൾ ആരുടെ അടുത്ത് കൂട്ടിക്കൊണ്ടാന്ന് എന്നായിരിക്കും ജനങ്ങൾ അഭിപ്രായം പറയാം. അങ്ങനത്തെ പറയാൻ ഉണ്ടാക്കണ്ട. കേൾക്കാൻ ഇഷ്ടമുണ്ട് പറഞ്ഞു, ഇല്ലെങ്കിൽ അത് പറയണ്ട. ഇന്നാ അഞ്ഞക്കൂലക്കൽ കൗമു പറയൽ നിനക്ക് സന്തോഷകരമാക്കുന്നത് നിന്നെ പറ്റി കേടാ. മഹാദാ ബയാനുള്ളിമാ, ഇത് മാന്റെ ബയാനാണ്. ഇത് മാ യോജിബുക്ക എന്ന് പറഞ്ഞില്ലേ, ഒരു മാത. ആ മാ യോജിബുക്ക അഞ്ഞക്കൂലക്കൽ കൗം, ഒരു കൗമ് പറയൽ നിന്നെ പറ്റി. എപ്പോൾ ഇതാക്കും തമിന്നി ഓറക്കുന്നത്, നീ എണീച്ചു പോയി കഴിഞ്ഞാൽ ഓറെല്ലാം കൂടെ നിന്നെ പറ്റി എന്ത് അഭിപ്രായം പറയണം. അത് നല്ലൊരാളാണ് എന്ന് പറയുന്ന ഉദ്ദേശം. എന്ന് അതുപോലെ ഓരോടെ ആദ്യം പെരുമാറിക്ക് പോകണം. അത് ഓരോ എണീച്ചാണ് ഫാറക്കത്തവും ഒന്നിക്കൽ അങ്ങനെ. അത് ഫാറൂക്ക അല്ലെങ്കിൽ ഓറ് നിന്നെ പൊട്ടി പിരിഞ്ഞു പോയി. ഓറ് പിരിഞ്ഞു പോകുമ്പോ ഓറ് പറയുന്ന അഴകണ്ട അവിടെ പോയി നല്ല ചൈങ്കടി കിട്ടി. അവിടെ പോയിട്ട് അല്ല ഒരു പച്ചണ്ടം തന്ന, അവിടെ പോയിട്ട് ഒരിക്കലും കസേല തന്ന എന്ന് പറയാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കും.
അത് മൊത്തത്തിലുള്ള കായിക കുല്യാണ്. يعني انظر ما يسرك أن يقال عنك وفيك من ثناء حسن وفعل جميل കണ്ടാ. നിന്നെ പറ്റി ഒന്നിക്ക് സനാ ഹസൻ, ഒരു നല്ല മദ്ഹ്, അല്ലെങ്കിൽ ഒരു നല്ല ഫിഅല്, ലകറൂക ബിഹി ഹാല ഗൈബതിക്, ഓറിൽ നിന്ന് നീ മറന്നു പോയതിനു ശേഷം ഓർ പറയോ എന്നാൽ ഫഅതിഹി, അങ്ങനെ കൊണ്ടുവന്നു. സംഗതി മനസ്സിലായി? അങ്ങനെയുള്ള കാര്യം മുറുകെ പിടിച്ചോ. ഇനി നേരെ ഓപ്പോസിറ്റ്, നീ പിരിഞ്ഞു പോയതിനു ശേഷം അല്ല ഓർ നിന്നെ പിരിഞ്ഞു പോയതിനു ശേഷം നിനക്ക് എന്ത് പറയലാണ് അനിഷ്ടകരമാക്കുന്നത്, അത് ഓരോ കൂട്ടത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. വന്നൂർ അല്ലദീ തക്റഹു സമാഅഹു, കേൾക്കൽ അയ്യകൂലക്കൽ ഖൗമു ഇദാ കുംത മിൻ ഇന്ദിഹി, ഓറ വക്കുന്ന നീ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഓറ് പറയല് മീൻ വസ്ഫിൻ ദമീമിൻ, എങ്ങനെയൊക്കെ ലുൽമിൻ, അയാൾ എന്തൊരു നാലിമിപ്പ, അയാൾ എന്തൊരു പിശുക്കനാണ്, അയാളെന്തോ സൂൽ ഖുൽഖിന്റെ ആളാണ്, അയാൾ ഗീബത്താണെന്ന് പറഞ്ഞ് അയാൾ നമീമത്ത് പറഞ്ഞില്ലേ, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഫജിത്തനിബുഹു, അത് കൈവടിഞ്ഞു വന്നു. അപ്പൊ ഇവിടെ എന്താ വന്നതെന്ന് അറിയോ, ഒരു കൂട്ടത്തിൽ കൂടെ എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് ഉണർത്തി എന്തെന്നാ, നീ അവിടെ പോയി ചെയ്യണം ചെയ്യാതിരിക്കണം. എന്ത്, നീ പിരിഞ്ഞു പോയ ജനങ്ങൾ ആക്ഷേപിച്ച് പറയുന്ന കാര്യം അത് ചെയ്യാണ്ടിരിക്കുക. ജനങ്ങൾ സുത്യർഹമായി പറയുന്ന കാര്യമാണെങ്കിൽ ചെയ്തുകൂടാ, അതാ പറയുന്ന. അതിനാൽ ആദ്യം അത് ആടപ്പെട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ട, മക്റൂഹിനെയും ജനങ്ങളെ തൊട്ട്. ഇവന്റെ ഹക്കിലിന് തൊട്ടും ഇവനിക്ക് ദുൽമ ചെയ്യുന്ന തൊട്ടും ഇവനിക്ക് നീതി കിട്ടണമെന്ന് ഇവൻ പ്രതീക്ഷിക്കുന്നില്ല എന്നവർ നിന്റെ വെക്കുന്ന ജനങ്ങൾക്കും കിട്ടാനുണ്ടാവും. നീതി ഒരു സഹോദരന് കിട്ടാനുണ്ട് ഇവന്റെ അടുക്കുന്ന ഒരു മധുരമത്ത്, അയ്യുബാദിറ, കണ്ടാ, ഇവൻ ഉടരൽ ലിൻസാഫിഹി മിൻ നഫ്സിഹി, ഇവന്റെ മനസ്സിൽ നിന്ന് ഇൻസാഫിന് വേണ്ടിയിട്ട്. ഇതൊരു വ്യക്തി ഇവരുടെ പക്കന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെ, നിനക്കെന്ന് കിട്ടാനുണ്ടെങ്കിൽ, എന്നാ നിന്റെ പക്കന്ന് ഓർക്കും കിട്ടാനുള്ള നീതി നീ പാലിച്ചു കൊടുക്കണം. ഇത് വൺ വേ ട്രാഫിക് അല്ല. അവിടെ ഇത്തിസാഫിന്ന് ആദ്യം ഉണ്ടായിരുന്നില്ല, ഇൻസാഫി നമ്മൾ ആക്കിയതാണ്. ചിലപ്പോ ഇവനിക്കത് പ്രയാസമുള്ള കാര്യമാവും, എന്നാലും ശരി. ോട് ചോദിക്കപ്പെട്ട് കഴിഞ്ഞുണ്ട്, നീ ഈ സഹന ശക്തി എന്നുള്ള ഹിൽമുണ്ടല്ലോ എവിടുന്നാ പഠിച്ചത്? എന്റെ നഫ്സിൽ തന്നെ പഠിച്ചു. എങ്ങനെയത്? മറ്റൊരാളെ വെക്കുന്ന ഒരു കാര്യം ഞാൻ ഇഷ്ടകരമല്ലാത്തുണ്ടല്ലോ, അത് ഞാൻ ആദ്യം ചെയ്യൂല. കാരണം അയാള് ചെയ്യുമ്പോൾ നിനക്ക് ഇഷ്ടമല്ലാന്നല്ല, അത് ഞാൻ ചെയ്യുമ്പോൾ മറ്റേ ഇഷ്ടമുണ്ടാവില്ലല്ലോ. അത് വിന്യാസക്കിയേക്കാം. ഇതിനൊക്കെ ഇത് പണ്ടവൻ പറഞ്ഞു ബാബൂതുമ്പോ സൂറത്തു നിസാ ഊതുമ്പോ ഞാൻ ആരെ വെക്കുന്ന ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ വേറൊരാളെ മുമ്പിൽ ഞാൻ ചെയ്യൂല. അള്ളാഹുവിന്റെ കലാമിൽ ഇതിന് തത്തുല്യമായതുണ്ട്. എന്താ ആദ്യ ഇഞ്ചിയില് പറയാ, ഫഫിൽ ഇഞ്ചിയില് കുല്ലു മാ തുരീദൂന അൻ യഫ്അലൻ നാസു ബികും ഇഫ്അലൂഹു അൻതും ബിഹിം എന്നാണ്. നിങ്ങളുടെ സ്ഥലത്ത് പോയ ജനങ്ങൾ നിങ്ങൾ എങ്ങനെയോടെ പെരുമാറണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതേ പെരുമാറ്റം നിങ്ങൾക്ക് ജനങ്ങൾ വന്നാൽ നിങ്ങൾ പെരുമാറിക്കൊള്ളുക. നിങ്ങൾ അങ്ങനെ പെരുക്കുപോയി ഏത് കോലത്തിലാകാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? എന്നതുപോലെ നിന്റെ പരക്കൂർ വന്നാലും അങ്ങനെ തന്നെ ആയിക്കോളും. മൊത്തത്തെ കായികല്യയില്ലേ? ഇതാണ് നാമൂസ് എന്ന വഹയ്യ്, ഈസ അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട വഹയ്യാകുന്നു ഇത്.
ഇഞ്ചിലല്ലേ പറയുന്നത്. ഇനി തൗറാത്തുമായി എന്താ ബന്ധം നോക്കാം. എല്ലാ ഖൈറും ഒരുമിച്ച് കൂട്ടിയ ഒരു മജ്മുഅ കിട്ടണമെന്ന് അള്ളാഹുവോട് ആവശ്യപ്പെട്ടു. നീ ജനങ്ങളോട് സുഹബത്ത് കെട്ടണം. ജനങ്ങൾ നിന്നോട് എപ്രകാരം സുഹബത്ത് കെട്ടാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നീ എന്നോട് കെട്ടി കാണിച്ചു കൊടുത്തേ. وعن ابن مسعود رضي الله عنه من أحب أن ينصف الناس من نفسه فليأتي إلى الناس ما يحب أن يؤتى إليه. ജനങ്ങളൊക്കെ ഇവനിക്ക് നീതി കൊടുക്കണമെന്ന് ഇഷ്ടമുണ്ടാ, എന്നാ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം ഇവനും ചെയ്യട്ടെ. ഫൽയഅതി ഇലന്നാസ്, ജനങ്ങളിലേക്ക് കൊടുക്കട്ടെ. മാ യുഹിബ്ബു അൻ യുഅ്താ ഇലൈഹി, ഇവനിലേക്ക് എത്തിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ആദ്യം ജനങ്ങളിലേക്ക് കൊടുക്കട്ടെ. പറയുന്നു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം കൊണ്ട് ഒരാൾ മുന്നോട്ടിറങ്ങി, എന്നാ കാലൂ ഫീഹി, ജനങ്ങൾ ഇവന് വിമർശിക്കാൻ തുടങ്ങും. മാലായാനമൂന, ഓർക്ക് അറിയാത്ത കാര്യം എന്ന് വെച്ചാൽ കേട്ടത് കണ്ടാലും ഇവനെ പറ്റി അങ്ങനെ പറയും. ഓനെ പറ്റി ഒരാൾ പറഞ്ഞിപ്പാ ഓൻ പണ്ടേ അങ്ങനെയൊന്നും ചിലപ്പോ പറഞ്ഞൊന്നും ശരിയുണ്ടാവില്ല, പക്ഷെ ഓർ ഉറപ്പില്ലാണ്ടാ പറയുന്നുണ്ടായി. പറഞ്ഞിരിക്കുന്നു എവിടെയുണ്ടല്ലോ തവക്കി തന്നെ കാത്തു സൂക്ഷിക്കാൻ. ഇവിടെ എന്താ പറയണം, എന്ത് പറഞ്ഞുകൂടാ, എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ആ തവക്കി കുറഞ്ഞു പോയാൽ ഓന്റെ തെറ്റുകൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അബദ്ധങ്ങളുണ്ടാകുന്നതാണ്. والحاصل أن المنهج القويم الموصل إلى الصراط المستقيم والثناء العظيم, ശരിയായ പാത, സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിക്കുന്ന പാത, സനാഉൽ അദീമിലേക്ക് എത്തിക്കുന്ന പാത, അൻയസ്തഅമിലൽ ഇൻസാനു ഫിക്റഹു വഖരിഹതഹു, മനുഷ്യൻ എന്താകണം അറിയോ, ഓന്റെ ചിന്തയും ബുദ്ധി സാമർത്ഥ്യം ആദ്യം ഉപയോഗപ്പെടുത്തണം. എല്ലാത്തിനും പറയേണ്ട കാര്യങ്ങളൊക്കെ ആ സദസ്സിന് അനുയോജ്യമാകുന്നുണ്ടോ അല്ല ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. വഖരിഹതഹു എന്തെല്ലാം ഫീമാ യുൻതിജു അൻഹുൽ അഖ്ലാഖുൽ മഹ്മൂദത്തു, സുസ്ഥിരമായ അഖ്ലാഖുകൾ ഉണ്ടായിത്തീരുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടായിരുന്നു, അതിനെ തൊട്ട് സുസ്ഥിരമായ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാവുന്നു ആ കാര്യത്തിൽ ഓന്റെ ഫിക്റും കാര്യത്തിൽ ചിന്തിച്ചിട്ടേ ചെയ്യുകയോ പറയുകയോ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞു വന്നത്. മിൻഹു, അവന്റെ വക്കൽ നിന്ന് മിൻ ഗൈരിഹി, വയഖുദു ലിനഫ്സിഹി അൻബാക്കി, വയഖുദ അൻയസ്തമിലാന്റെ വാക്യാണ് അവൻ മുറുകെ പിടിക്കലും, ബിമാ ഹസുന മിൻഹ, അതിൽ നിന്ന് ഏറ്റവും മെച്ചമായതിനെയും, വസ്തം ലഹ, അവന് നന്നായി തോന്നുന്ന കാര്യം, വയസ്രിഫഹ, നഫ്സിനെ പിന്തിരിപ്പിക്കുകയും വേണം, അമ്മസ്തുഹുജിന വസ്തഖ്ബഹ, ആക്ഷേപാർഹമാകുന്നതും മോശമായി തോന്നുന്ന കാര്യങ്ങളെ പിന്തിരിപ്പിക്കലും വേണം. വഖദ് ഖീല കഫാക തഹദീബൻ വതഹദീബൻ ലിനഫ്സിക തർകു മാ കരിഹു അന്നാസു മിൻക വമിൻ ഗൈരിക എന്ന് പറഞ്ഞു. നിന്നെ തഹദീബാക്കാനും അദബ് പഠിപ്പിക്കാനും മതി, കൂടുതലൊന്നും വേണ്ട. നീ എന്തെല്ലാം കാര്യം ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യമുണ്ട്, അത് നിന്റെ വക്കുന്ന ജനങ്ങൾക്ക് നൽകാണ്ടിരുന്നാ മതി. എല്ലാം തീർന്നില്ല. وقيل نوح الله عيسى على نبينا وعليه أفضل السلام من أدبك, ഈസ അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരാ അദബ് നൽകിയത്? ഒരാളും അത് പഠിപ്പിച്ചിട്ടില്ല. ഒരു ജാഹിരി കാട്ടുന്ന ജഹല് ഞാൻ കാണുന്നുണ്ട്, അത് എന്നിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പൊ ഞാൻ ശരിയായി. വഖാല ശായിദ് പറഞ്ഞു, ഇദാ അഅജബതക ഖിലാലു ഇംറിഇൻ ഫകുൻഹു തകുൻ മിസ്ല മൻ യുഅജിബുക വലൈസ അലൽ മജ്ദി വൽ മക്റുമാത് ഇദാ ജിഅതഹാ ആജിബുൻ യഹ്ജുബുക. അല്ലാ, ഇദാ അഅജബതക, നിന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, നീ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഹിലാലും ഒരു മനുഷ്യന്റെ കുറെ കാര്യങ്ങൾ, എന്നാ ഫകുൻഹു, എന്നാ നീ അയാളായിക്കോ, അയാളെ പോലെ ആയിക്കോ. കൊന്നിന്റെ മഫ്ഊലാണ് കുൻഹു, നീ ആയിക്കോ. നിന്നെ ഒരു അത്ഭുതപ്പെടുത്താൻ മനുഷ്യനുണ്ടല്ലോ, അയാളെ പോലെ ആയിക്കോ.
എന്നാ തക്കുൻ മിസല മൻ യോജിബുക്ക, നീ ആരായി മാറും? നിന്നെ അജബാക്കുന്ന ഒരാൾക്ക് തുല്യമായി മാറും. ഒരാളെ കണ്ടപ്പോ അയാളെ നല്ല ഇഷ്ടപ്പെട്ടു, നല്ലൊരാളായിരുന്നു എന്നാ അത് പറഞ്ഞയക്കും. വലൈസ അലൽ മസ്ജിദി വൽ മക്റുമാത്തി, ഒരു മസ്ജിദിന്റെ മേലിൽ മസ്ജിദ് വെച്ചാൽ സ്ഥാനമാനങ്ങൾ, മക്റുമാത്ത് ആദരണീയമായ കാര്യങ്ങൾ. അപ്പോൾ ഇതാ ജിഇതഹാ, ആ മക്റുമാത്തിനെ നീ കൊണ്ടുവന്നു. എത്തരത്തിൽ ഹാജിബുൻ യഹ്ജുബുക, ഒരു ഹാജിബ് നിന്നെ തടയുന്നുണ്ട് ആ കൊണ്ടുവരാൻ. എന്നാ മസ്ജിദുമില്ല മക്റുമാത്തുമില്ല, നീ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല, നിന്റെ തടഞ്ഞളിയുന്ന ഒരു ഹാജിബുണ്ട്, എന്നാ മക്റുമാത്തൊന്നും കിട്ടുന്നില്ല. വഖാലു മൻ നദറ ഫീ ഉയൂബിന്നാസ്, ജനങ്ങളെ അയ്ബകളിൽ ഒരാൾ നോക്കി അത് ഇൻകാറാക്കി ചെയ്തേ. പിന്നെ ഇവയിലുണ്ടോ നോക്കുമ്പോ ഉണ്ടെന്താനും ഉണ്ടാവാൻ പൊരുത്തപ്പെടുന്നുണ്ട്, എന്തുകൊണ്ട് സ്വന്തം ഇൻകാറാക്കിയില്ല? സുമ്മ റളിയഹാ ലിനഫ്സിഹി, അത് സ്വന്തം തടിക്കുണ്ടായിക്കോട്ടെ എന്ന് പൊരുത്തപ്പെടുന്നുണ്ട്. ഏറ്റവും വലിയ ഹക്കോനാണ്. ഷായിർ പറഞ്ഞു ലാ തലുമിൽ മർഅ അലാ ഫിഅലിഹി വഅൻത മൻസൂബുൻ ഇലാ മിസ്ലിഹി, ഒരു മർഇന്റെ ഫീലിന് വേണ്ടി നീ ആക്ഷേപിക്കാൻ പാടില്ല, അതിന് തത്തുല്യമായ ഒരു ഫീല് നിന്നിലുണ്ട്, ആക്ഷേപിക്കണ്ട. ഒരാൾ ശൈനെ കൊണ്ടുവന്നു അതിനെ ആക്ഷേപിച്ച് അത് തുല്യമാചകം കൊണ്ടുവരുന്നുണ്ട്. ഫൈന്നമാദല്ല അലാ ജഹ്ലിഹി, എന്നാ ഇവർക്ക് ജഹലുണ്ടെന്ന് അതിനെ അറിയിപ്പിക്കുന്നു. ഖാതിമത്തുൻ നസ്അലുല്ലാഹ ഹുസ്നഹ, ഖാതിമ എന്നാണോ ചോദിച്ചു പറഞ്ഞാൽ മർറ ശാഫിഈ റളിയല്ലാഹു അൻഹു ശഖ്സൻ യതഹജ്ജഉ ലിസ്സലാത്തി അലാ ശഖ്തി, സമുദ്ര തീരത്ത് നിസ്കാരത്തിന് ഒരുങ്ങുന്ന ഒരാളെ കണ്ടുകൊണ്ടാണ് ഷാഫി ഇമാം പോകുന്നത്. ഫഖാല ലഹു യാ ഗുലാം, ആ ഗുലാമിനോട് അഹ്സൻ വുളൂഅക അഹ്സനല്ലാഹു ഇലൈക ഫി ദുനിയ വൽ ആഖിറ, നിന്റെ വുളൂനെ നീ നന്നാക്കുമോനെ, എന്നാൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നിന്നിലേക്ക് ഇഹ്സാൻ ചെയ്യും. അങ്ങനെ ഫാസറഫി വുളൂഇഹി, അദ്ദേഹം വേഗം വുളൂ ഉണ്ടാക്കിയിരുന്നായി. ഷാഫി ഇമാമിന്റെ പിന്നാലെ ഓടിയെത്തി. ഫൽതഫത ഇലൈഹി, അപ്പൊ ഷാഫി ഇമാം തിരിഞ്ഞു നോക്കി. ഫഖാല ഹല്ലക ഹാജത്തുൻ, എന്താ നിനക്ക് ആവശ്യമുണ്ടോ? ഫഖാല നഅം തുഅല്ലിമുനി മിമ്മാ അല്ലമക അല്ലാഹു ശൈഅ, അല്ലാഹു തആല നിങ്ങൾക്ക് പല ഇൽമും തന്നിട്ടുണ്ടല്ലോ, പഠിപ്പിക്കുക, അതൊന്ന് പഠിപ്പിച്ചതാ. ഫഖാല ലഹു, ഷാഫി ഇമാം പറഞ്ഞുകൊടുത്തെന്താണ്? ഇലം അന്ന മൻ സദക നജാ, ഒരാള് സിദ്ഖ് പറഞ്ഞാൽ സിദ്ഖ് പ്രവർത്തിച്ചാൽ രക്ഷപ്പെട്ട്. മൻ അശ്ഫക അലാ ദീനിഹി സലിമ മിനർ റദാ, ദീനിന്റെ കോട്ടം പറ്റുമെന്നൊരാൾ പേടിച്ചാൽ എല്ലാ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്ത് ചെയ്താൽ ദീനിന് കോട്ടമുണ്ടാകുമോ എന്ന പേടി, എന്നാൽ അയാൾ എന്താകും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒമൻ സഹിദ ഫി ദുനിയാ, ദുനിയാവിലാണ് സാഹിദായ ഖറത്ത് ഐനാഹു ബിമാ യറാ മിൻ സവാബില്ലാഹി ഗദാ, നാളെ അള്ളാഹുവിന്റെ പ്രതിഫലത്തിനാൽ കാണുന്ന ഒന്നുകൊണ്ട് അവന്റെ കണ്ണ് കുളിർമയായി. പറഞ്ഞേ ഇത് ചോദിക്കാൻ പോരെ? അഫലാസി ദുഃഖ ഇനിയും വേണോ? കാലം വേണം ഇമാമേ. ഫഖാല മൻ കാന ഫീഹി സലാസു ഖിസാൽ, ഇതൊക്കെ ഷാഫി ഇമാമിന്റെ കൗല്. 3 കാര്യം ഒരാൾക്കുണ്ടായി എന്നാ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, ഈമാൻ പൂർത്തിയാക്കിയ ആളാണ്. മഅറൂഫ് കൊണ്ട് കൽപ്പിച്ചു, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വഅ്തമറ, അത് ഞാൻ സ്വയം നടപ്പിലാക്കി പോണം, കൽപ്പിക്കുന്ന കാര്യം. അനിൽ മുൻകറിനെ തൊട്ട് വിരോധിച്ച് വന്ന ഇയാളത് സ്വന്തം പിൻവലിക്കുന്ന ആളാണ്. അള്ളാന്റെ ഹുദൂദ് ഉണ്ടല്ലോ, വാജിബ് ഹറാമായ കാര്യങ്ങൾ, അത് വളരെ കാത്തു സൂക്ഷിക്കണം. എന്ന് ചോദിച്ചിട്ടുണ്ടോ? അല അസീദുക്ക, ഇനി കൂടുതൽ വേണോ? ബല, ഇനിയും വേണം. ദുനിയാവ് സാഹിദായിക്കോ ആഖിറത്തിൽ റാഗിബ് ആയിക്കോ. വഖസ്തഖല്ലാഹു ഫീ ജമീഇ ഉമൂരിക വസ്തഖില്ലാഹ ഫീ ജമീഇ ഉമൂരിക, ഏതൊരു കാര്യത്തിലും നീ അല്ലാഹുവോട് സിദ്ഖ് പുലർത്തണം. ഉള്ളെന്ന് പറ, പുറത്ത് പറയാൻ പറ്റില്ല. അതായത് നീ പുറത്ത് പ്രകടിപ്പിക്കുന്ന നല്ല കാര്യമുണ്ടോ അത് തന്നെയാണ് ഉള്ളിലുണ്ടായ സദഖ എന്ന് പറയണം. തഞ്ചു എന്നാ നീ രക്ഷപ്പെടും. മാനാജി, രക്ഷപ്പെട്ട ആളെ കൂട്ടത്തിൽ നീ രക്ഷപ്പെട്ടു. സുമ്മ മദാന്നു, പിന്നെ മൂപ്പർ പോയി. അപ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്ന ആ ഓർ ആരാന്ന് എനിക്ക് മനസ്സിലാക്കി, ആരാന്ന്? ഫഖീല ലഹു ഹുവ ശാഫിഈ, അതാണ് ഷാഫി ഇമാം എന്നുള്ള ഉപദേശം കേട്ടില്ല. റഹിമഹുല്ലാഹു തആല വനഫഅന ബിഹി ആമീൻ. ഇനി ഈ ഹദീസിന്റെ സബബ പറയുന്നു.
وسبب هذا الحديث أن حرملة رضي الله عنه قال يا رسول الله ما تأمرني به എനിക്ക് താങ്കൾ എന്തെല്ലാം കൽപ്പിക്കുന്നത് കൽപ്പിച്ച നാട്ടെ എന്ന് പറഞ്ഞു. ഓരോട് കൽപ്പിച്ച കൽപ്പനയായി. അപ്പൊ ഒറ്റക്കല്ല എന്ന് മുമ്പ് പറഞ്ഞു. അപ്പൊ അതൊക്കെ അങ്ങനെയാണ് ഈ ഹദീസ് പറഞ്ഞു കൊടുത്തത്. റവാഹുൽ ബുഖാരി ഫിൽ അദബി വറവാഹു ഗൈറുഹു കബ്നി സഅദ് ഫി തബഖാതി വൽ ബഗവി في معجمه والماوردي في المعرفة والبيهقي في شعب الإيمان وهو حديث حسن لغيره صحيح لذاته صحيح لغيره حسن لذاته حسن لغيره. تعالى برضو عزيزي برضو